ഒരു കാൽ വയ്യാത്ത സ്ത്രീക്കുണ്ടായ അനുഭവം കണ്ടു നോക്കാം. ഇവിടെ ഈ സ്ത്രീയുടെ ഫയൽ താഴെ വീണ് കിടക്കുന്നു. അപ്പോൾ ഒരു പെൺകുട്ടിയും ഒരു പയ്യനും അതുവഴി പോകുന്നു. ആ സ്ത്രീ അവരുടെ അടുത്ത് ചോദിക്കുന്നു, എൻ്റെ ഈ ഫയൽ ഒന്നെടുത്ത് തരുമോ എന്ന്. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നു, ഫയലൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ആ സ്ത്രീ പെൺകുട്ടിയോട് പറയുന്നു, ഒരു കമ്പനിയുടെ മാനേജർ പോസ്റ്റ് ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ആ പെൺകുട്ടിയും ആ പയ്യനും ഈ ഇൻ്റർവ്യൂവിന് തന്നെയാണ് പോവാനിരിക്കുന്നത്. ആ കമ്പനിയിൽ നിനക്ക് മാനേജർ പോസ്റ്റ് വേണമെന്നോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ കയ്യിലിരുന്ന തടി തട്ടി മാറ്റുന്നു. എന്തിനാണ് എൻ്റെ കയ്യിലിരുന്ന തടി തട്ടി മാറ്റിയതെന്ന് ആ സ്ത്രീ പെൺകുട്ടിയോടും ചോദിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, ഞാനും ആ കമ്പനിയിൽ തന്നെ അതേ ഇൻ്റർവ്യൂവിന് തന്നെയാണ് പോകുന്നത്. നിങ്ങളെയൊക്കെ കണ്ടാലേ ആ ജോലിക്കെടുക്കാൻ പോകുന്നില്ല. ഇങ്ങനെ തന്നെ വന്ന വഴി തിരിച്ചു പൊക്കോ എന്ന് പറയുകയും ആ പയ്യൻ പറയുന്നു, നമുക്ക് സമയമായി പോകാമെന്ന്. അങ്ങനെ അവർ പോകുന്നു. പിന്നീട് അതുവഴി മറ്റൊരു പയ്യൻ പോകുന്നു. അപ്പോൾ ആ സ്ത്രീ പറയുന്നു, എനിക്ക് നടക്കാൻ പറ്റില്ല, നിങ്ങൾ ആ ഫയലൊന്ന് എടുത്തു തരുമോ എന്ന്. അപ്പോൾ ആ പയ്യനും ചോദിക്കുന്നു, നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോവുകയാണോ? അതെ, ഞാനും ഇൻ്റർവ്യൂവിന് പോവുകയാണ്, മാനേജർ പോസ്റ്റിലുള്ള ഇൻ്റർവ്യൂ ആണ്. അത് കേട്ടതും ആ പയ്യൻ എടുത്ത ഫയൽ താഴേക്ക് തന്നെ ഇട്ടു. ആ സ്ത്രീ ചോദിക്കുന്നു, എന്തിനാണ് ഫയൽ താഴേക്കിട്ടത്? അതേ ഇൻ്റർവ്യൂവിനാണ് ഞാനും പോകുന്നത്, എൻ്റെ അവസരം നഷ്ടപ്പെട്ടാലോ നിങ്ങളെങ്ങാനും വന്നാൽ? അങ്ങനെ ആ പയ്യനും അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷമാണ് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. എന്താ നടന്നതെന്ന് അറിയുന്നതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അതിനുശേഷം മറ്റൊരു പെൺകുട്ടി വരുന്നു. താഴെ കിടന്നിരുന്ന സ്റ്റിക്ക് എടുത്ത് കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ആ ഫയൽ എന്താണ് താഴെ വീണ് കിടക്കുന്നത്? അപ്പോൾ ആ സ്ത്രീ പറയുന്നു, ഇത് രണ്ടും കൂടെ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല, താഴെ വീണ് പോവുകയാണ്. എന്നിട്ട് പറയുന്നു, എനിക്കൊരു ഇൻ്റർവ്യൂവിന് പോകണം, ആ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫയലും കൊണ്ട് ഇറങ്ങിയത്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, ഞാനും ഇൻ്റർവ്യൂവിന് തന്നെയാണ് പോകുന്നത്, നമുക്ക് ഒരുമിച്ച് പോകാം, ഞാൻ പിടിച്ചോളാം ഫയൽ. അപ്പോൾ ആ സ്ത്രീ പറയുന്നു, വേണ്ട, ഞാൻ പതുക്കെ നടന്നു വരികയുള്ളൂ, നിങ്ങൾ പൊക്കോ, ഞാൻ വരുമ്പോഴത്തേന് ആ ഇൻ്റർവ്യൂ അവസാനിക്കും. അപ്പോഴാണ് ഇൻ്റർവ്യൂവിന് ആദ്യം പോയ ആ രണ്ടുപേരെ കാണിക്കുന്നത്. അപ്പോൾ വാച്ച്മാൻ ചോദിക്കുന്നു, നിങ്ങൾ എവിടേക്ക് പോകുന്നു? അപ്പോൾ അവർ പറയുന്നു, ഇൻ്റർവ്യൂവിന്. വാച്ച്മാൻ പറയുന്നു, ഇൻ്റർവ്യൂ ഇതുവരെ ആരംഭിച്ചിട്ടില്ല, കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കൂ. രണ്ടാമത് വന്ന ആ പയ്യനോടും അതേപോലെ തന്നെ പറയുന്നു. മൂന്നാമത് ആ പെൺകുട്ടിയും ആ കാല് വയ്യാത്ത സ്ത്രീയും വന്നു. അപ്പോൾ ആദ്യം വന്ന ആ പെൺകുട്ടി ആ കാല് വയ്യാത്ത സ്ത്രീയെ നോക്കി കളിയാക്കുന്നു. അപ്പോൾ അവരുടെ കൂടെ വന്ന പെൺകുട്ടി വാ അടയ്ക്കുന്ന രീതിയിൽ ഒരു മറുപടിയും പറയുന്നു. അപ്പോൾ വാച്ച്മാന് കോൾ വരുന്നു. കാല് വയ്യാത്ത സ്ത്രീയോട് അവിടെ നിൽക്കാൻ പറയുന്നു. എന്നിട്ട് ബാക്കിയുള്ളവരോട് അകത്ത് കയറി പോകാനും പറയുന്നു. അപ്പോൾ ആദ്യം വന്ന ആ പെൺകുട്ടി ആ സ്ത്രീയോട് പറയുന്നു, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, നീ വന്ന വഴി തിരിച്ചു പൊക്കോ എന്ന്, നിനക്കൊക്കെ ബാത്റൂം കഴുകുന്ന ജോലിയല്ലേ പറ്റൂ എന്നും പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. പോയിരുന്നിട്ടും മറ്റേ പെൺകുട്ടിയെ ഇരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് കാല് വയ്യാതിരുന്ന ആ സ്ത്രീ നടന്നു വരുന്നത് കാണുന്നത്. അവരാണ് കമ്പനിയുടെ ഓണർ. ഇവരുടെ കമ്പനിയിൽ വലിയൊരു പോസ്റ്റിലേക്ക് നല്ല വിശ്വാസമുള്ള ആത്മാർത്ഥതയുള്ള ഒരാളെ വേണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഇങ്ങനൊരു നാടകം നടത്തിയെന്ന് പറയുന്നു. ഈ ഇൻ്റർവ്യൂവിൽ ഈ പെൺകുട്ടി മാത്രമാണ് സെലക്ട് ആയിരിക്കുന്നത്, ബാക്കിയുള്ളവർക്കെല്ലാം പോകാം എന്നും പറയുന്നു. അവസാനം വന്ന ഈ പെൺകുട്ടിയുടെ ഈ നല്ല മനസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സൂപ്പർ എന്ന് കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.